ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നി അരയ്ക്കാൻ പോവാണ്. നമ്മൾ ദോശയ്ക്കും ഇഡ്ലിക്കും ആപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. നല്ല സ്വാദാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം, ഒരു മുറിയുടെ പകുതി മതി കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്, ഒരു സവോള. ഇതാണ് ഞാൻ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ബാക്കിയെല്ലാത്തിനും കുറച്ച് ഐറ്റംസിൻ്റെ അളവ് മാറ്റിക്കോളൂ കേട്ടോ. ആദ്യം ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ നാളികേരം ഒന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ ചുട്ടെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് പാനിൽ വെച്ച് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യണത്. ഒരു എണ്ണ ഒഴിച്ചിട്ടില്ല, വെറുതെ വറുത്തെടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളികേരം വറുത്ത് വാങ്ങിയെടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ പരന്ന പാത്രമായതുകൊണ്ട് ഒന്ന് പിടിച്ച് അതിനെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതെല്ലാം കൂടി ഇടുമ്പോഴേ എണ്ണ അവിടെ ഇവിടെയൊക്കെ ആവില്ലേ. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടുമില്ല. അപ്പോൾ ഞാനൊരു തക്കാളി 2 കഷ്ണമായിട്ട് വെച്ചു. അതുപോലെ ഉള്ളി ഇതെങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞത്, അതും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ആവുന്ന വരെ, തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണം, അതുവരെ നമ്മൾ വഴറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ തിരിച്ച് മറിച്ച് വിടുക. ഒരുപാട് എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമെടുക്കും. അപ്പോൾ സ്റ്റൗ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തക്കാളിയും തിരിച്ചും മറിച്ച് വിട്ട് നമ്മൾ അതിനെ വാട്ടിയെടുക്കണം. പിന്നെ ക്യാപ്സിക്കൊന്നും ഒരുപാട് വേവൊന്നുമില്ലല്ലോ, വേവേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ പച്ചച്ചോയ ഒന്ന് പോയി കിട്ടിയാൽ മതി. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നു. ഇനി ഒന്നുകൂടി മറിച്ചിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ആ ഉപ്പൊക്കെ എല്ലായിടത്തും ആവണ പോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക, അത്രേ വേണ്ടൂ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ വറുത്ത് വെച്ച് നാളികേരവും ക്യാപ്സിക്കവും തക്കാളിയൊക്കെ നല്ലോണം തണുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നാളികേരം കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ക്യാപ്സിക്കവും നമ്മുടെ സവോള അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ തക്കാളിയുടെ തൊലി ഒന്ന് ഉരിഞ്ഞ് കളയാണ്. ഇനി നമുക്ക് തക്കാളി ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഉപ്പെല്ലാം നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞാണല്ലോ. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചിട്ട് വന്നു. ഒരുവിധം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി അരച്ചെടുത്തു. ഇപ്പോൾ ചട്നി നല്ല പാകത്തിനായിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. ഞാനതൊരു പാത്രത്തിലേക്ക് ആക്കി. നല്ല സൂപ്പറായിട്ടുള്ള ചട്നി തയ്യാറായിട്ടുണ്ട്. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോളൂ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള ചട്നിയാണ് കേട്ടോ തയ്യാറായേക്കണത്. നിങ്ങൾക്ക് വെള്ളത്തോടെ വേണമെങ്കിൽ ഒന്നും കൂടി ഇത്തിരി വെള്ളം ചേർക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ അടുപ്പത്ത് ദോശ ചുടുന്നുണ്ട്. ദോശയുടെ കൂടെ കഴിക്കാനുള്ള ചട്നിയായിരുന്നു. ഇതാ നമുക്ക് ആ ചട്നി ഒന്ന് നന്നായിട്ട് വറുത്തിടാം. അതിനായിട്ട് ഇതാ പാൻ അടുപ്പത്ത് വെച്ചു. പാനിൽ ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. 1 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ട് ആ കടുകൊന്ന് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ, നല്ലോണം പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചട്നിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്നിയിലേക്ക് വറവിട്ട് കൊടുക്കാം. ചട്നിയിലേക്ക് വറവ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചട്നി തയ്യാറായി. ഇതാ കണ്ടില്ലേ, ചട്നി തയ്യാറായി. ഇത് ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദോശയുടെ കൂടെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഡിന്നറിന് ഈ ചട്നിയാണ് ഉണ്ടാക്കിയത്. ദോശയും ഞങ്ങളുടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ എന്തായാലും കൊടുക്കണം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്